അപ്പോൾ എല്ലാവർക്കും ഹായ്. നമ്മളിന്ന് പയറിൻ്റെ ഇല വെച്ച് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ ഒരു പിടി പയറിൻ്റെ ഇല നമ്മൾ പറിച്ചിട്ടുണ്ട്. അതൊന്ന് വൃത്തിയായി കഴുകിയെടുക്കാം. പച്ചിലകളൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വൈറ്റമിൻ എ കൂടുതലുള്ളത് കൊണ്ട് അത് കണ്ണിനും നല്ലതാണ്. മാസത്തിൽ ഒരു 2 തവണയെങ്കിലും ഇലക്കറികൾ കഴിക്കുന്നത് ശീലമാക്കുക. അപ്പം നമ്മളിതെല്ലാം കഴുകിയെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് കുറച്ച് ചെറിയുള്ളി 3 പച്ചമുളകുമാണ്. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഇലകൾ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ബാക്കി ഇലകൾ കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. നമ്മൾ മുളക് അരിഞ്ഞപ്പോൾ മുളകിന് കുറച്ച് എരിവ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് 2 കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച ഉള്ളി കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമ്മൾ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മളുടെ ഉള്ളി നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ മുളക് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ വേഗം വഴന്ന് കിട്ടുന്നത് കൊണ്ട് അതുകൂടി നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ ചീരയ്ക്ക് വേണ്ട ഉപ്പ് ഇപ്പം ചേർക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ അരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ പയറില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പറയണോ, പയറിൻ്റെ ഇല നമ്മൾ നൂഡിൽസ് പരുവത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരവിയെടുക്കാം. നമ്മൾ ഒരു മുറി ഇളനീരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മുഴുവനായി എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇലകളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു പിടി പയറില എടുത്ത് അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ വെന്തിതായി കഴിഞ്ഞപ്പോൾ അത് ചുരുങ്ങിയിട്ട് ഇത്രയായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അധികം തീയൊന്നും കത്തിക്കണ്ട. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്, പച്ചക്കുത്തലില്ലാതിരിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടണേ. അപ്പോൾ പയറില്ല ഇതുവരെ തോരൻ വയ്ക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.